ഹലോ അസ്സലാമലൈക്കും. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഈവനിങ് ബ്ലോഗാണ്. ഈവനിങ് ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയൊരു വീഡിയോ ആണ് എടുത്തിരിക്കുന്നത്. പോയത് വേറെ എവിടേക്കല്ല, നമ്മുടെ പുള്ളുപാടാണ്, തൃശ്ശൂരുള്ള പുള്ള് എല്ലാവർക്കും അറിയാമല്ലോ, അവിടേക്കാണ് പോയത്. അപ്പം ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം സമയത്താണ് പോയത്. അപ്പോൾ അവിടേക്ക് പോണ വഴി നല്ല രസമാണ്. ഫുള്ള് അപ്പുറപ്പുറം പാടായിട്ട്, പിന്നെ ഒരു സൈഡിൽ താമരക്കുളം ഉണ്ട്, ഒരു പാടം നിറച്ചായിട്ട്. അപ്പോൾ ഒന്നും വിരിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, മുട്ടിട്ട് നിൽക്കണുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി, ഫുള്ള് കറക്റ്റ് ആ ലൊക്കേഷനിൽ എത്തി. പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു ഞായറാഴ്ചയാണ് പോയത്. ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ചൂണ്ടയിടാനായിട്ടുള്ളൊരിതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ടുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ നിർത്തിയത്. വരുന്ന വഴിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ രണ്ട് സൈഡും പാടാണ് കേട്ടോ, നല്ല രസമാണ് അവിടേക്ക്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം ഇരുട്ടാവാനായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ വണ്ടിയിൽ എപ്പോഴും ചൂണ്ട ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് തന്നെ പൊറോട്ട മാവൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂണ്ടിടൽ തുടങ്ങി. ആദ്യം 2-3 പ്രാവശ്യം ഇട്ടപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ 2-3 പ്രാവശ്യമല്ല, 2 പ്രാവശ്യം ഇട്ടപ്പോൾ ഒന്നും കിട്ടിയില്ല. പിന്നെ ഇട്ടപ്പോൾ കിട്ടിയത് കുഞ്ഞി പരലായിരുന്നു. അതിന് കുഞ്ഞ് കാരണം പ്രാവശ്യം കളഞ്ഞു. പിന്നെ ഫസ്റ്റ് നമുക്ക് കിട്ടിയ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പള്ളത്തിയാണ്. അതിനാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ കിട്ടും എന്നറിയാം, എന്നാലും കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പള്ളത്തിന് കിട്ടിയത് അവിടെ മണ്ണിലാണ് ഇട്ടത്. പിന്നെ അനിയൻ പോയിട്ട്, ഞാനും റാശിയും പിന്നെ എൻ്റെ അനിയനും കൂടിയാണ് പോയത്. അവൻ പോയി വണ്ടിയിൽ നിന്ന് ബക്കറ്റ് എടുത്തിട്ട് അവിടെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പള്ളത്തിന് ആ ബക്കറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മീൻ കിട്ടിത്തുടങ്ങി. അതിൻ്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ കുഞ്ഞിപ്പരലിനെ കിട്ടും. അതിനെ നമ്മൾ എടുക്കൂല, അതിനെ അപ്പം തന്നെ കളയും. പിന്നെ കിട്ടിയത് കരിപ്പിടിയാണ്. പിന്നെ അവനും കിട്ടുന്നുണ്ടായിരുന്നു മീൻ. സംഭവം കുറച്ച് നേരത്തെ വന്നാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നി. ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒപ്പി പിന്നെ വൈകുന്നേരമായി ഇറങ്ങിയപ്പോൾ. എന്നാലും അത്യാവശ്യം മീൻ കിട്ടണുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും അവിടെ ചൂണ്ടിടുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫുള്ളൊന്ന് ഒരു വീഡിയോ എടുക്കും, പകുതി എടുക്കും. അപ്പോൾ ഇവിടെ മീനെ കിട്ടിയെന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതെടുക്കും. കൂടുതലും കിട്ടിയത് കരിപ്പിടിനെയാണ് കേട്ടോ, കുഞ്ഞി കരിപ്പിടിനെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പരൽ, അതിനൊന്നും നമ്മൾ എടുത്തില്ല. ഒരു വലിയ പരലിനെ എങ്ങാണ്ട് കിട്ടിയത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ അവന് കിട്ടിയതും അവൻ കൊണ്ടിട്ടുണ്ടായിരുന്നു. അവനൊക്കെ ഞാൻ വീഡിയോയിൽ അവൻ പിടിക്കുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ. അത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പം ഇത്രയും മീൻ ബക്കറ്റിൻ്റെ കോലൊന്നും നോക്കണ്ട കേട്ടോ. നല്ല ബക്കറ്റൊന്നും ഉമ്മ തരാണ്ടായപ്പോൾ അവിടെ കെട്ട ബക്കറ്റ് ഉണ്ടായിരുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. ഇപ്പം കിട്ടിയതും അതാ കുഞ്ഞിപ്പരലാണ്. അത് കുറേ കിട്ടണുണ്ടായിരുന്നു. പക്ഷെ ചെറുതായതുകൊണ്ട് പിന്നെ അതിന് റാശി കിട്ടണതൊക്കെ അപ്പം കളയാണ് ചെയ്തിരുന്നത്. പിന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇരുട്ടും തോറും നല്ല രസമായിട്ട് അവിടെ കാണാനായിട്ട്. പക്ഷേ ആൾക്കാരൊക്കെ കൂടിയാണ് വരുന്നുണ്ടായിരുന്നത്. കുറേനുണ്ടായിരുന്നില്ല. കാരണം ആ സൺസെറ്റ് കാണാനായിട്ട് അത്യാവശ്യം നല്ലോണം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ചയും കൂടിയാണല്ലോ. അപ്പം ഞങ്ങൾ അവിടെ ഇട്ടിരുന്ന ലൊക്കേഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് സ്പോട്ട് മാറ്റി പിടിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് നീങ്ങിപ്പോയി. പിന്നെ ഇരുട്ടായപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒരു ഷോർട്ടാക്കി എടുത്തതാണ് വീഡിയോ. ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും രസമുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് അവിടെ. പക്ഷെ ഈ മീനിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് അവിടെ നിന്ന് പോരാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞങ്ങൾ ഏകദേശം നല്ലൊരു ഇരുട്ടാവണ വരെ മീൻ പിടിക്കാനായിട്ട് അവിടെ നിന്നു. ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തൊന്നും കിട്ടൂല വീഡിയോയിൽ. അപ്പം എവിടെയെങ്കിലുമൊക്കെ കുരുക്കും. അല്ലാണ്ട് ഞാനൊന്ന് വീഡിയോ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം മീനെ കിട്ടും. അതാണ് അവസ്ഥ. ഒരെണ്ണം എങ്ങാണ്ട് കറക്റ്റ് കൊത്തണ വെച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാത്തതൊക്കെ ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒന്നും കിട്ടൂല. അവിടെ നിന്ന് മാറ്റി കഴിയുമ്പോഴായിരിക്കുള്ളൂ എന്തെങ്കിലുമൊക്കെ കൊത്തണത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇതിൻ്റെ ഇടയിൽ അവനും മീൻ കിട്ടിയിട്ട് കൊണ്ടുവിടണുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ തന്നെ മീൻ പിടിച്ച് നിന്ന്. നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ക്രേസ് കൂടല്ലേ ചെയ്യുക, പോരാൻ തോന്നില്ലല്ലോ. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മീൻ പിടിക്കാൻ പോകണത്, ചൂണ്ടിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരെണ്ണം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കിട്ടിയെന്ന് പറഞ്ഞ മീൻ ഇതാണ്. അത് അത്യാവശ്യം വലുതായിരുന്നു. കരിപ്പിടിയാണ് കേട്ടോ, കരിപ്പിടിയാണെന്ന് തോന്നുന്നു. ആ കരിപ്പിടി തന്നെ. അതിനെ പിന്നെ എടുത്ത് ബക്കറ്റിലിട്ടു. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഏകദേശം ഈ ഒരു വലിപ്പമുള്ള മീൻ തന്നെയാണ് കേട്ടോ കിട്ടിയിരുന്നത്. ആദ്യമൊക്കെ ഇതിനേക്കാളും ചെറുതായിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ അങ്ങോട്ട് ഈ വലിപ്പമുള്ള കിട്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് കിട്ടിയതും സെയിം ആ വലിപ്പമുള്ള തന്നെയായിരുന്നു.
പിന്നെ അവനും അനിയനും കിട്ടിയായിരുന്നു ഈ വലിപ്പമുള്ളത് തന്നെ. ആദ്യം വന്നപ്പോൾ ആദ്യം കിട്ടിയിരുന്നത് അത് ചാടിപ്പോയി. ബക്കറ്റ് കിട്ട വളരെ ചാടിപ്പോയി. പിന്നെ അതിനെ പിടിച്ച് അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ കിട്ടിയത് പള്ളത്തിനായിരുന്നു കേട്ടാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കരിപ്പിടീനെ കിട്ടി. ഇപ്പം ആ ഒരു എറിഞ്ഞു പോയത് എൻ്റെ അനിയനാണ് കേട്ടാ. അവൻ വീഡിയോയിൽ പെടുന്നായിരുന്നു. അവനൊരറ്റത്ത് നിന്നിട്ട് മീനെ ബക്കറ്റിക്ക് ഒരു എറിഞ്ഞ് പോകണമെന്നാണ് കണ്ടത്. പിന്നെ ഇതേപോലെ തന്നെ കുഞ്ഞിപ്പരലിനെ കിട്ടി. അതിനെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് അതിനെ പിന്നെ വെള്ളത്തേക്ക് തന്നെ ഇട്ട്. അത് അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. പക്ഷെ പോവാന്നും പറയുന്നുണ്ടെന്നാൽ പോരാനും തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ മീൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോരാനായിട്ട് ഒരു മടിയായിരിക്കുമല്ലോ. പക്ഷെ ഭയങ്കരമായിട്ട് ഇരുട്ടായ അവിടെ നിന്നിട്ടും കാര്യമില്ല. പിന്നെ ഇപ്പം ലാസ്റ്റ് നിമിഷത്തെ ഇടലാണ് കേട്ടാ. ഇത് കിട്ടിയില്ലെങ്കിൽ പോരാന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അതും കിട്ടണുണ്ട്. അത് കാരണം പോരാൻ തോന്നിയില്ല. ഇപ്പം ഈ കിട്ടിയതിന് ഞാൻ എൻ്റെ ബക്കറ്റ് അവിടെ ഇച്ചിരി നീങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ തന്നിട്ട് ഞാനവിടെ കൊണ്ടിടാന്ന് പറഞ്ഞു. കയ്യിൽ വെച്ചതും പിന്നെ ചെറുതായിട്ടൊരു പേടിയുള്ള കാരണം നിലത്തേക്ക് വീണു. പിന്നെ ഞാൻ അതിനെ അവിടെ നിന്ന് എടുത്തു. പിന്നെ ബക്കറ്റ് ഇച്ചിരി നീങ്ങിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് മാറ്റി ഓരോ സ്ഥലത്ത് മാറ്റിയാണല്ലോ ചൂണ്ടിടുന്നത്. അപ്പോൾ ഓരോരുത്തരോടത്തേക്ക് ഇങ്ങനെ ബക്കറ്റും കൊണ്ട് നടക്കണ്ടല്ലോ വെച്ചിട്ട് ബക്കറ്റ് അവിടെ തന്നെ വെച്ച് കിട്ടിയ മീനെയും അതിനകത്ത് കൊണ്ടിട്ടിട്ട് പിന്നെ നിന്നില്ല. ലാസ്റ്റ് കിട്ടിയത് അതാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പോഴത്തേനും നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത്യാവശ്യം ഇരുട്ടായി. ഈ സമയം ഇത്രയും ഇരുട്ടായപ്പോഴാണ് ഞങ്ങൾ ചൂണ്ടിടൽ നിർത്തിയിട്ട് പോകുന്നത്. ഞങ്ങൾ ഇവിടെ നിന്ന് തട്ടുകടയിൽ കയറാമെന്ന് വിചാരിച്ചു അവിടെ. പക്ഷെ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നിർത്തിയില്ല. ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. പക്ഷെ അവിടെ നിന്നൊന്നും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. നല്ലൊരു വൈബ് കണ്ടപ്പോൾ കയറിയതാണ്. ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു. പിന്നെ നല്ലോണം സമയം എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഓൾമോസ്റ്റ് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞവർ. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. കാരണം നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഇത് ഞങ്ങൾ പോണ വഴിക്ക് ജസ്റ്റ് ഒന്ന് നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നത്. അപ്പം എന്തായത് വരുന്ന വഴിക്ക് പിന്നെ ഞങ്ങൾ ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ കയറി. ഇതും അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കഴിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി റൈസ് ഉണ്ടായിരുന്നു. പിന്നെ പെരി അൽഫാം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. എന്തോ ക്രീമി അല്ല, അതല്ലാണ്ട് വേറൊരു സാധനമാണ്. ക്രീമി അൽഫാമല്ല, അതല്ലാണ്ട് വേറെ എന്തോ ഒരു സാധനമാണ്. അതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ മുജിറ്റോ, പിന്നെ ബ്ലൂബെറി മുജിറ്റോ, പൈനാപ്പിൾ ജ്യൂസ്, പിന്നെ ഇത്രയും തന്നെ ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലെത്തി. ഈ മീൻ അവിടെ വാപ്പാക്ക് വെച്ച് കൊടുത്ത്. ഞങ്ങൾ ഇതിന് മുന്നത്തെ ദിവസം റാഷിയുടെ കൂട്ടുകാരൊക്കെ കൂടെ വീശാൻ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ പൊരിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീനവിടെ വാപ്പാക്ക് വെച്ച് കൊടുത്തു. എല്ലാ വർഷവും നാട്ടിൽ വരുമ്പോൾ ഇവർ ഇതേമാതിരി ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വീശാനായിട്ട് ഇവരിങ്ങനെ പിള്ളേർ ചെക്കന്മാരെല്ലാവരും കൂടെ പോവും. അപ്പം അത് ഞങ്ങൾ ഈ പുള്ള് പോയതിൻ്റെ 2 ദിവസം മുന്നേ എങ്ങാണ്ടായിരുന്നു. അപ്പം പിന്നെ അത് ഞങ്ങൾ എടുത്തില്ല. അതവിടെ വാപ്പാക്ക് കൊടുത്തു. അതുപോലെ തന്നെയാണ് പുള്ള് ഞങ്ങൾ എങ്ങനെ വന്നാലും വെക്കേഷന് വരുമ്പോൾ 2-3 പ്രാവശ്യം എന്തായാലും പോകണ ഒരു സ്ഥലമാണ്. കാരണം അവിടെ അങ്ങനെ മടുക്കൂല നമുക്ക്. അത്രയും നല്ല രസമാണ് അവിടെ പോകാൻ. ഒരു വൈകിട്ട് സമയത്താണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. നല്ല കാറ്റും നല്ല ഒരു വൈബുള്ള സ്ഥലം തന്നെ. പിന്നെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാരെത്തിയപ്പോൾ ഇന്ന് കാരപ്പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വഴിയിലൊക്കെ 2 സൈഡിലും ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്തതാണ്, പള്ളിയുടെയും ഒക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.